ജനപ്രതിനിധികളായ ഈ മാതൃകാ ദമ്പതികൾ ഈ ഒരു സേവന രംഗത്ത് ഇത് എത്രാമത്തെ പ്രാവശ്യമാണ്? ഞാൻ 2 പ്രാവശ്യം മെമ്പറായിട്ടുണ്ട്. 2010-15 ടൈമിലും അതേപോലെ തന്നെ 20-25 ടൈമിലും മെമ്പറായി. ഒതുക്കൽ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. വൈഫ് ഒരു പ്രാവശ്യം മെമ്പറായിട്ടുണ്ട് 2005-10 കാലഘട്ടത്തിൽ. ഈ പ്രാവശ്യം മത്സരിക്കുന്നത് വൈഫാണ്. അപ്പോൾ നിങ്ങൾ മാറിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് അല്ലേ? അതായത് നമ്മൾ പല ആളുകളെയും സമീപിക്കുന്നതാണ്. ഈ പ്രാവശ്യം 4 ആളുകളെ ലിസ്റ്റ് എടുത്ത് 4 ആളുകളെ സമീപിച്ചിരുന്നു. പക്ഷേ 4 ആളുകളും അവസാന ഘട്ടത്തിൽ പിന്മാറിയ സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടെ നമ്മളെ വന്നാണ് ഇവരെ നിർത്തണം എന്ന് പറഞ്ഞിട്ട്. കാരണം വൈഫ് മുൻ പരിചയം ഉണ്ടല്ലോ, അതുകൊണ്ട് വൈഫ് തന്നെ നിൽക്കട്ടെ. വിദ്യാഭ്യാസ യോഗ്യത സ്കൂൾ ടീച്ചറാണ്, പൊന്മള സ്കൂളിൽ ടീച്ചറാണ്. അപ്പോൾ യോഗ്യതയുണ്ട് എന്നുള്ളതിലേക്ക് ജനങ്ങൾ പിടിച്ചു നിർത്തിയതാണ്. ടൈമിൽ തോൽവി വാങ്ങേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ തോൽച്ചിട്ടില്ല. നിങ്ങളാ വിജയം മാത്രം മുന്നിൽ കണ്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ നിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ജനങ്ങൾ അത്രമേൽ നിങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത്രയും കാലത്തെ എക്സ്പീരിയൻസ് രണ്ടാൾക്കും. അപ്പോൾ നമ്മുടെ ഒതുക്കുന്നിൽ എന്ന ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു നവമാധ്യമം നമ്മൾ വന്നിട്ടുള്ളത് സാധാരണ സ്ഥാനാർത്ഥികളുടെ അടുത്തേക്കല്ല, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കൗതുകമുണർത്തുന്ന സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നമ്മളെ കൂടെയുള്ള 2 ആളുകൾ. കാരണം ഒരു വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും നിരന്തരം മത്സരിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ വന്നുള്ളത്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഭർത്താവാണ് മത്സരിച്ചിരുന്നെങ്കിൽ ഈ പ്രാവശ്യം നമ്മുടെ വാർഡിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. സാബിർ ടീച്ചറാണ് ഈ പ്രാവശ്യം മത്സരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. താങ്കളുടെ യഥാർത്ഥ പേര് മഞ്ഞക്കണ്ടൻ അഷ്റഫ് എന്നാണ്. പക്ഷെ നമ്മൾ ഈ പരിസരത്തൊക്കെ അന്വേഷിക്കുമ്പോൾ ബാവുട്ട്യാക്ക എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്രയും ജനങ്ങളുടെ ഇത്രയും സ്വീകാര്യത വരാനുള്ള ഒരു കാരണം എന്താണ്? എൻ്റെ ശരിയായ പേര് മഞ്ഞക്കണ്ടൻ മുഹമ്മദ് അഷ്റഫ് എന്നാണ്. പക്ഷെ ജനങ്ങൾ എന്നെ ബാവുട്ട്യാക്ക എന്ന് വിളിക്കുള്ളൂ, പേര് അവർക്ക് അറിയില്ല എപ്പോഴും. അല്ല, ഞങ്ങളിങ്ങനെ വന്ന സമയത്തേ എല്ലാവരും ബാവുട്ട്യാക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു എന്താണ് പേര് എന്ന് ചോദിച്ചു. മഞ്ഞക്കണ്ടൻ അഷ്റഫ്. അപ്പൊ ആ ഒരു പേരിലല്ല താങ്കൾ ഇവിടെ അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ അത്രയും സ്ഥാനമുള്ള ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് മഞ്ഞക്കണ്ടൻ അഷ്റഫിന് പകരം ബാവുട്ട്യാക്ക എന്നുള്ള പേരിലാണ്. അപ്പൊ എന്താണ് ഇത്രയും ജനങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ആ ഒരു കാരണം? അത് ജനങ്ങളെ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്. ജനങ്ങളോട് നമ്മളോടുള്ള അറ്റാച്ച്മെന്റ്, ജനങ്ങളോട് നമുക്ക് അങ്ങോട്ടുള്ള ബന്ധം. അങ്ങനെ 2 പ്രാവശ്യം ഈ ഒരു വാർഡിൽ മത്സരിച്ച ആളെന്നുള്ള ഒരുപാട് എല്ലാ ആളുകളും അത്രയും പരിചയമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ പഞ്ചായത്തിലെ മെമ്പർ ആയിരുന്നു അല്ലേ? അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വികസന നേട്ടങ്ങളൊന്ന് പറയാമോ? ഞാൻ 2005-10 അതായത് അന്ന് വനിതാ സംവരണം വന്ന 30% വനിതാ സംവരണം വന്ന ഫസ്റ്റത്തെ ഇലക്ഷനിൽ നേരിട്ട ഒരാളാണ്. അന്ന് ഇടതുപക്ഷ പിന്തുണയോടുകൂടി 26 വോട്ടിനാണ് നമ്മളെ ചെറുകുന്നിന്ന് അന്നത്തെ 10ാം വാർഡ്, ഇപ്പോൾ പുതിയ 12, ഇപ്പം നിലവിൽ 12ാം വാർഡ് അന്ന് ജയിച്ച ഒരു മെമ്പറായിരുന്നു. വളരെ നല്ല രീതിയിലായിരുന്നു അന്നത്തെ പ്രവർത്തനങ്ങൾ. നല്ല വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ആ വാർഡിൽ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളന്ന് ആ വാർഡ് വലിയൊരു വാർഡാണ്. അന്ന് അവിടെ അങ്കണവാടികളില്ലാന്ന് പല ആളുകളുടെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ 2 ഭാഗത്തായിട്ട് പുതിയ 2 അങ്കണവാടികൾ നമുക്ക് തുറക്കാൻ സാധിച്ചു. വെളുത്തേങ്ങാട് അങ്കണവാടിയും ബാലപ്രബോധിനി അങ്കണവാടികളും, ആ 2 അങ്കണവാടി. നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം വന്നത് ആ കാലഘട്ടത്തിലാണ്. ഒരുപാട് വികസനങ്ങൾ അന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തു പറയാൻ പറ്റിയത് എല്ലാം കൂടെ ഇപ്പോൾ പറയാൻ പറ്റുക. തീർച്ചയായിട്ടും ഒരു മെമ്പർ എന്നുള്ളതൊക്കെ എന്തായാലും ഒരുപാട് വികസനങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു മെമ്പർ എന്ന നിലയ്ക്ക് താങ്കൾ 2 പ്രാവശ്യം ഇതേ വാർഡിൽ മത്സരിച്ചൊരു വ്യക്തിയാണല്ലേ? ഈ ഒരു കാലഘട്ടത്തിൽ താങ്കൾ ചെയ്ത ഏറ്റവും എടുത്തു പറയാൻ പറ്റിയ വികസനങ്ങൾ എന്തൊക്കെയൊന്ന് പറയാൻ പറ്റും? ഞാൻ 2010 മെമ്പറായി കാലഘട്ടത്തിൽ ഈ വാർഡ് വലിയൊരു പുരോഗമനമായിട്ട് വരുന്നൊരു സമയമായിട്ട് വേണ്ടത്ര പുരോഗമനം ആയിട്ടില്ലായിരുന്നു. ആ സമയത്ത് ഈ വാർഡിൽ ഒരു അംഗനവാടി ഇല്ലായിരുന്നു. അന്ന് കേരളത്തിൽ മോഡൽ അംഗനവാടി അനുവദിക്കാൻ തുടങ്ങുന്ന കാലഘട്ടമാണ്. അന്ന് കേരളത്തിൽ മൊത്തം 42 മോഡൽ അംഗനവാടി അനുവദിച്ചപ്പോൾ മലപ്പുറം ജില്ലക്ക് 1 കിട്ടി. അത് ഒതുക്കൽ പഞ്ചായത്തിലെ 13ാം വാർഡിനാണ് കിട്ടിയത്. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ആ സമയത്ത്. അതുപോലെ തന്നെ അന്ന് റോഡുകളൊന്നും കാര്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ടാറിങ്ങും അല്ലെങ്കിൽ കോൺക്രീറ്റിങ്ങും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ കാലഘട്ടം മുതലാണ് ഈ വാർഡിൽ ശരിക്ക് വികസന പ്രവർത്തനങ്ങൾ വന്നു തുടങ്ങിയത്. പുതിയ റോഡുകളൊക്കെ വന്നു തുടങ്ങി. പഞ്ചായത്തിക്ക് വിട്ടു തന്ന റോഡുകളൊക്കെ തുടങ്ങി. ഇപ്പോൾ ഈ 2020-25 കാലഘട്ടം ആകുമ്പോൾ പഞ്ചായത്തിലേക്ക് വിട്ടുകിട്ടിയ എല്ലാ റോഡുകളും
തീർന്നിട്ടുണ്ട്. അതിൽ ഒരു റോഡിന് മാത്രം ചെയ്യാൻ ബാക്കിയുണ്ട്. അതിന് 10 ലക്ഷം രൂപ ഫണ്ടും വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ മാർച്ചോട് കൂടിയിട്ട് അതും തീരും. എല്ലാ റോഡുകളും ഇനി 4 റോഡുകൾ ആളുകൾ ഇപ്പോൾ വിട്ടുതരാൻ തയ്യാറായിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ആളുകൾക്ക് കോൺഫിഡൻസ് ആയി. പഞ്ചായത്തേക്ക് വിട്ടു തന്നാൽ അത് ഉടൻ നവീകരിക്കും, അല്ലെങ്കിൽ പുരോഗമന പ്രവൃത്തി ഉണ്ടാവും എന്നുള്ള തോന്നൽ ജനങ്ങൾക്ക് വന്നപ്പോൾ, ആ ഒരു വിശ്വാസം ജനങ്ങളെ മനസ്സിലൊക്കെ വന്നപ്പോൾ ജനങ്ങൾ വിട്ടുതരാൻ തയ്യാറാകുക. അപ്പോൾ ഇപ്പോൾ 4 റോഡും കൂടി വിട്ടുതരാൻ തയ്യാറായിട്ടുണ്ട്. ആ റോഡും കൂടി ഉടൻ പൂർത്തീകരിക്കും. താങ്കളുടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയമ പോരാട്ടം വരെ പിന്നെ താങ്കൾ നടത്തിയെന്നൊക്കെയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. സത്യത്തിൽ എന്താണ് അതിന്റെ നിജസ്ഥിതികൾ? അതായത് വോൾട്ടേജ് ക്ഷാമം ഏറ്റവും കൂടുതൽ രൂക്ഷമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ, 2010 ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിലെ വൈദ്യുതി മന്ത്രിയെ നേരിട്ട് കണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും, ലൈറ്റ് പ്രകാശം ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ കണ്ട് ഞാൻ നിവേദനം കൊടുത്തപ്പോൾ മന്ത്രി നമുക്കൊരു ട്രാൻസ്ഫോമർ ഉടൻ ഇവിടെ അനുവദിച്ചു. ആ ട്രാൻസ്ഫോമറിൻ്റെ വർക്ക് നടന്നപ്പോൾ അതിൽ വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ ഇവിടെ എതിർകക്ഷികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതിൽ വലിയൊരു ടെൻഡറിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പേരിൽ വിജിലൻസിൽ വരെ പരാതി കൊടുത്തു. വിജിലൻസ് കോടതിയിൽ 3 പ്രാവശ്യം ഞാൻ കയറി. അവസാനം കോടതി ആ കേസ് തള്ളുകയാണ് ചെയ്തത്. എതിർകക്ഷികൾക്ക് തള്ളി, നോട്ടീസ് അയച്ച്. അങ്ങനെയുള്ള ഒരു സംഭവം തെളിയിക്കാൻ ആരെ കൊണ്ടും സാധിച്ചില്ല, ഒന്നും തെളിയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ സംഭവം ഇല്ല. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ 2012 ഞാൻ തിരുവനന്തപുരം പോയിട്ട് ഫ്ലഡ്, അന്നത്തെ മന്ത്രിനെ കണ്ട് ഫ്ലഡിൽ നിന്ന് ഒരു ഫണ്ട് കൊടുന്ന് റോഡ് ടാറിങ് ചെയ്യാൻ, അന്ന് എന്താ വെച്ചാൽ ആദ്യം ചളിയെടുക്കുക ചെയ്യുക അന്നത്തെ കാലഘട്ടത്തിൽ. ആ ഘട്ടത്തിൽ ഇപ്പോൾ അതിന് ഫണ്ട് ഗവൺമെൻറ് പിൻവലിച്ചപ്പോൾ എനിക്ക് അത് ഗവർണറാണ് ആ പിൻവലിച്ച ഓർഡറിൽ സൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കോടതിയിൽ നിന്നൊന്നും ഇതിന് സ്റ്റേ കിട്ടില്ല. അത് ഞാൻ ഹൈക്കോടതി പോയി, ഹൈക്കോടതി ആ കേസ് എടുത്തു. 22 ദിവസത്തിനുള്ളിൽ 3 സിറ്റിംഗ് നടത്തി ആ ഫണ്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ തരുന്ന ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അതാണ് ഈ നിയമ പോരാട്ടം ജനങ്ങൾ പറയുന്നതല്ലേ. നിയമ പോരാട്ടം നടത്തിയിട്ടാണ് ഇവിടെ ഇത്രയധികം വികസനങ്ങൾ അന്ന് വരാൻ തുടങ്ങിയത്. ഇപ്പം പിന്നെ അങ്ങനത്തെ യാതൊരു പ്രയാസങ്ങളുമില്ല. നമ്മൾ എന്ത് കൊടുന്നു, എന്ത് ജനങ്ങളോട് പറയുന്നു, അത് ജനങ്ങൾ അംഗീകരിക്കും. പക്ഷെ ജനങ്ങളല്ല അതിൻ്റെ ബാക്കിൽ 1-2 ആളുകൾ മുൻകൈ എടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, കുറച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കേണ്ടായിരുന്നു. ഇവിടുന്ന് ചെയ്യണം, അവിടുന്ന് ചെയ്യണം, അതൊന്നും ഫലം കാണാതെ താങ്കൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു മുന്നോട്ട് പോയി. ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഈ വാർഡിലില്ല. ഒരാൾക്കൊന്നും പരാതി ഇല്ലാത്ത രൂപത്തിൽ ഒരു പരാതി ഇപ്പോൾ പറയാനില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ തീർച്ചയായിട്ടും വീണ്ടും താങ്കളെ കുടുംബത്തിൽ തന്നെ താങ്കളുടെ ഭാര്യയെ തന്നെ മെമ്പറാക്കി വെക്കാൻ ഇപ്പോൾ ജനങ്ങള്, ഞാൻ പുറത്തുനിന്ന് 4 ആളുകളെ ലിസ്റ്റ് എടുത്ത് 4 ആളുകളെ സെലക്ട് ചെയ്ത് അവസാന ഘട്ടം വന്നപ്പോൾ അവർ ഇങ്ങനെ പിന്മാറുന്ന, അല്ലെങ്കിൽ നിയമത്തിൻ്റെ പ്രശ്നത്തിലൊക്കെ വന്നപ്പോൾ അവർക്ക് ലോണുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പിന്മാറേണ്ടി വന്നതാണ്. അങ്ങനെ പൊതുജനം പൊതുജനം വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളെ ഭാര്യയ്ക്ക് മുന്നേ പരിചയം ഉണ്ടല്ലോ, എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇവിടെ ഉണ്ടായിക്കൊണ്ട് പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് ആളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവരെ വീണ്ടും നിർത്തേണ്ടി വന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് കാര്യം. അപ്പോൾ 2 പ്രാവശ്യം വൗട്ടി മെമ്പറും ആയിട്ടുണ്ട്, നിങ്ങളും സാബിർ ടീച്ചറും 1 പ്രാവശ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ഒരുമിച്ചിട്ടാണോ ഈ പ്രവർത്തനങ്ങളൊക്കെ പ്ലാൻ ചെയ്യൽ? എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഒരുമിച്ചിട്ട് തന്നെയാണ്. ഒരുമിച്ചല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇത് ജനങ്ങൾക്ക് ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തനങ്ങളും വികസനങ്ങളുമാണ് നാടിന് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ അന്നത്തെ പ്രവർത്തനങ്ങളിലെ ഓരോ കാര്യങ്ങളിലും ബാക്കിൽ സപ്പോർട്ടായിട്ട് വൗട്ടി മെമ്പർ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇനിയും അങ്ങോട്ട് തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് എൻ്റെ ഉറപ്പ്. ഒന്നിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകാറ്. ഞാൻ 2 പ്രാവശ്യം മെമ്പറായപ്പോഴും കർട്ടൻ്റെ ബാക്കിൽ പുള്ളി തന്നെയാണ്. അതായത് ഞാൻ ജനങ്ങളെ വരുന്ന അപേക്ഷ വാങ്ങുന്നുണ്ട്, ഏത് കാര്യങ്ങളും അതിൻ്റെ അപേക്ഷ എഴുതലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ അത് ക്രോഡീകരിക്കലും എല്ലാം പുള്ളി തന്നെയാണ്. ഫുൾ കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളെ കൂടെ മെമ്പറായി നിൽക്കുന്ന സമയത്ത് അവരുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ മെമ്പറായി നിൽക്കുന്ന കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഭർത്താവും ഉണ്ടാവും എന്നുള്ളതിനാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി നമുക്ക് ഈ വിജയികൾ ആരെന്നൊക്കെ അറിയാൻ വേണ്ടി വളരെ കുറഞ്ഞ സമയമുള്ളൂ. തീർച്ചയായിട്ടും മെമ്പർ ആവുകയാണെങ്കിൽ, ഈ ഒരു മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ പുതിയ പദ്ധതികളാണ് ഈ ഒരു വാർഡിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
അതായത് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള മെമ്പർ അഷ്റഫ് മെമ്പർ ബാവട്ടിയാക്ക പിന്നെ കൊടുന്ന വികസന തുടർച്ചയ്ക്ക് ഞാൻ തുടർന്നായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. പഞ്ചായത്തേക്ക് വിട്ട് കിട്ടിയ എല്ലാ റോഡുകളും പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 റോഡുകൾ പുതുതായിട്ട് പിന്നെ പഞ്ചായത്തേക്ക് വിട്ട് കിട്ടാനുണ്ട്. അതിൻ്റെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അത് ഫസ്റ്റിൽ തന്നെ വർക്ക് കൊണ്ടുവരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഞാൻ കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എന്നാണ്. അത് ചെയ്യും. പുതിയതായിട്ട് നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ആശയങ്ങളുണ്ടോ? എന്നെ സംഭവം കൊണ്ടുവരണം അങ്ങനത്തെ എന്തെങ്കിലും ആശയങ്ങൾ മനസ്സിലുണ്ടോ? നമ്മുടെ പഞ്ചായത്തിലൊരു പൊതു കുളമുണ്ട് ഇവിടെ, പഞ്ചായത്തിൻ്റെ ആയിട്ടാണ്. അത് നവീകരിക്കണം എന്നുണ്ട്. പുതിയൊരു സംരംഭമായിട്ട് തന്നെ അത് കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇടയിൽ തൊഴിൽ മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ 13-ാം വാർഡിൽ, ഇപ്പോൾ പുതിയ 14-ാം വാർഡ്, 13-ാം വാർഡ് 14-ാം വാർഡ്, ഈ 14-ാം വാർഡിലേക്ക് 95 ലക്ഷം രൂപ ഇപ്പോൾ പാസ്സായി കിടക്കുകയാണ്. ഇവ ഈ മാർച്ചിൻ്റെ ഉള്ളിൽ കുറേ പണികൾ പൂർത്തിയാക്കാനുണ്ട്. മാർച്ച് കഴിഞ്ഞാൽ തുടങ്ങാൻ ഒരുപാട് പ്രവൃത്തികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പുതിയ മെമ്പർക്ക് അതായിരിക്കും ആദ്യം തന്നെ തുടക്കം. ഓൾറെഡി ഫണ്ട് ആ ഒരു വികസനങ്ങൾക്കുള്ള ഫണ്ടുകൾ പാസ്സായിട്ടുണ്ട്. 95 ലക്ഷം രൂപ പാസ്സായി കിടക്കുന്ന വാർഡാണ്. മെമ്പർ ആയി കഴിഞ്ഞാൽ പണി തുടങ്ങിയാൽ മതി അല്ലേ? ഇവർക്ക് ഇനി പണി തുടങ്ങിയാൽ മതി. 50 ലക്ഷം ഒരു വാർഡിന് ഒരു ഫണ്ട് തന്നെ നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ VP സുനീർ MP-യുടെ 20 ലക്ഷം ഉണ്ട്. പിന്നെ മുഖ്യമന്ത്രിൻ്റെ ഫണ്ട് വരാനുണ്ട്. അങ്ങനെ ഒരുപാട് ഫണ്ടുകൾ വന്ന ഫണ്ടാണ് ഇപ്പോൾ ഈ 95 ലക്ഷം എന്ന് പറയുന്നത്. ഇനി വരാൻ വേറെയുണ്ട്. പോളിംഗ് ബൂത്തിലേക്ക് നാളെ ജനങ്ങളൊക്കെ പോവാണ്. എന്താണ് സ്ഥാനാർത്ഥിക്ക് ഈ ഒരു അവസരത്തിൽ ജനങ്ങളോട് പറയാനുള്ളത്? അതായത് മുൻ മെമ്പർ ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ, വികസനം എന്ന് മാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഓരോന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ മൈക്കിൻ്റെ മുന്നിൽ പറയാനുള്ള സമയമുണ്ടായി. കാരണം നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും നമുക്ക് നല്ലൊരു പോസിറ്റീവായ ഒരു പ്രതികരണമാണ്. പിന്നെ കാരണം ഞങ്ങൾക്ക് ഇവർ ചോദിക്കൽ എല്ലാവരോടും നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടിയെന്നാണ് ചോദിക്കൽ. അങ്ങനെയാണ് ചോദിക്കൽ. എത്രയും ഓരോരുത്തർക്കും ഓരോ വീട്ടിലെ ഓരോ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പറയുന്ന മാതിരിയാണ് ഒരു മെമ്പറോട് ഒരു കൂടപ്പുറപ്പിനെ പോലെ. അതിലാണ് ഈ ബാവട്ടിയാക്കാന്ന് വിളിക്കണില്ല, അതിലുണ്ട്. കാരണം ഒരു കുഞ്ഞു കുട്ടികൾക്കും എത്രയോ പ്രായം ചെന്ന ആളുകൾക്കും എത്ര വലിയ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അഷ്റഫ് എന്നല്ല വിളിക്കല്, ബാവട്ടിയാക്ക എന്നുള്ളതിലാണ് അറിയില്ല. അപ്പോൾ ആ ഒരു സ്ഥാനത്തിന് എന്നോട് പറഞ്ഞത് ഞങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു മെമ്പർ എന്താണെന്ന് കാണിച്ചു തന്ന ഒരാളാണ് ബാവട്ടിയാക്ക. അങ്ങനെയാണ് പറയാറ്. കാരണം ഒരു മെമ്പർ ഇങ്ങനെ ആണല്ലോ എന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഒരു മെമ്പറെ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ബാവട്ടിയാക്ക എണ്ണി ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഇനിയും തുടരണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കൊന്നും ഉണ്ട്. അപ്പോൾ അത് ജനങ്ങൾ നാളെ അത് പിന്നെ പോളിംഗ് സ്റ്റേഷനിൽ അവരത് വിധി എഴുതുന്നതാണ്. നല്ല രീതിയിൽ വിധി. നിങ്ങളെ റോൾ മോഡൽ തന്നെ പിന്നെ ബാവട്ടിയാക്കാണല്ലോ. ബാവട്ടിയാക്കയുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടാണല്ലോ നിങ്ങൾ ഇൻസ്പയർ ആയത് അല്ലേ? അതെ, തീർച്ചയായിട്ടും ബാവട്ടിയാക്ക നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി ബാവട്ടിയാക്ക നിർത്തി വെച്ചെടുത്തുനിന്ന് തുടരും. അതിന് ജനം നല്ല രീതിയിൽ നാളെ വിധി എഴുതുന്നതാണ് എൻ്റെ ഉറപ്പ്. നാളെ പിന്നെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വോട്ടർമാരോടൊക്കെ എന്താണ് ബാവട്ടിയാക്ക പറയാനുള്ളത്? നമ്മുടെ വോട്ടർമാർ ഇവിടെ നടന്ന വികസന പ്രവർത്തനത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അത് കണ്ടിട്ട് ആയിരിക്കും അവർ പിന്നെ വോട്ട് ചെയ്യുക. ഇവിടെ ഈ കാലഘട്ടത്തിൽ നടന്ന ഈ 2 ടേമിലും നടന്ന പ്രവർത്തനം ജനങ്ങളെ മനസ്സിലുണ്ട്. ആ ജനങ്ങൾക്ക് അറിയാം. നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓരോ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും ആ വീട്ടുകാർ നമ്മളോട് പ്രതികരിക്കുന്ന ആ സ്നേഹം അത് വോട്ടായി മാറും. 100% ഉറപ്പാണ്. അത് ഒരു സംശയവും വേണ്ട. അപ്പൊ ഇത്രയും സമയം നമ്മോട് കൂടെ ചെലവഴിച്ച ബാവട്ടിയാക്കാക്കും സാബിറ ടീച്ചർക്കും നമ്മുടെ ഒതുക്കലിന്റെ പേരിൽ എല്ലാവിധ വിജയാശംസകളും നേരെയാണ്. താങ്ക് യു വെരി മച്ച്.